നമ്മൾ ഏറെ കാത്തിരുന്ന 3 താറിന്റെ അപ്ഡേഷൻ ഇത് വന്നിട്ടുണ്ട്. പുതിയ 2 കളേഴ്സാണ് കേട്ടോ ഇപ്പോൾ ആഡ് ഓൺ ആയി കിട്ടുന്നത്. ഈ കാണുന്ന ബാറ്റിൽഷിപ്പ് ഗ്രേയും ടാങ്കോ റെഡും നൈസ് അല്ലേ? നമ്മുടെ റോക്സിൽ കണ്ടിട്ടുള്ള സെയിം കളർ തന്നെയാണ് ഇപ്പോൾ നമുക്ക് 3 താറിലും കിട്ടുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ലുക്കിലേക്ക് വരുമ്പോൾ പ്രധാന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രില്ലിലെ പാറ്റേൺ, അതായത് പാറ്റേൺ സെയിം ആണ്, ബോഡി കളർ തന്നെ ഈ ഒരു ഗ്രില്ലിൻ്റെ പാറ്റേണിലെ ഈ ഒരു സെൻറ്റർ പോസ്റ്റത്തെ കളർ ആഡ് ഓൺ ആയി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബമ്പറിന്റെ ഭാഗം നോക്കുമ്പോഴത്തേക്കും ഡ്യുവൽ ടോൺ കളറിലുള്ള ബമ്പേഴ്സും ഇപ്പോൾ കാണാം. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കും പ്രത്യക്ഷത്തിൽ മാറ്റമൊന്നുമില്ല. 18 ഇഞ്ച് ആ ഒരു ഓൾട്ടറേൻ ടേഴ്സ് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. അതുപോലെ തന്നെ ഇൻസൈഡിലാണ് പ്രധാനപ്പെട്ട മാറ്റം. ഇൻസൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പോൾ താറിൽ ഇതുപോലെ ചാടി കയറാം, ഗ്രാബ് റീൽസ് വന്നിട്ടുണ്ട്. ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ സ്റ്റിയറിംഗ് വീൽ ഒന്ന് നോക്കിയേ, ടോട്ടലി പുതിയൊരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ആ ഒരു കൺട്രോൾസും സ്വിച്ചസും കാര്യങ്ങളൊക്കെ നോക്കിയേ, വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്വിച്ചസ് ആണ് ഇപ്പോൾ കാണുന്നത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് നമുക്ക് ട്രിപ്പിയൊക്കെ ഈ ഒരു ഭാഗത്ത് സ്വിച്ചസ് യൂസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ടോട്ടലി മാറിയിട്ട് ഇങ്ങോട്ടേക്ക് ആയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെ വേണം പറയാം. പിന്നെ ഫ്യൂൽ ലിഡിന്റെ ഓപ്പണിങ് ഈ ഒരു ഭാഗത്ത് ഒരു സിംഗിൾ ടാപ്പിൽ നമുക്ക് ഓപ്പൺ ആക്കാൻ വരുന്നുണ്ട്. അതും ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇൻഫോടൈൻമെന്റ് ഒന്ന് നോക്കിയേ, 26.03 ഇഞ്ചിന്റെ വലിയ ഇൻഫോടൈൻമെന്റ് ഏരിയ കാണാം. മുന്നേ വളരെ ചെറുതായിരുന്നല്ലോ. ഇപ്പോൾ ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ വയർലെസ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ ഇത് 700 കാണുന്ന പോലത്തെ സെയിം തന്നെ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം ആണ് കാണുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പം ഓഫ് റോഡിന്റെ കാര്യങ്ങളൊക്കെ, ഇപ്പം സ്റ്റിയറിംഗ് വീലിന്റെ കൺട്രോളും അല്ലെങ്കിൽ പിച്ചും റോളും എത്രത്തോളം ഉണ്ടെന്ന് കറക്റ്റ് അറിയാം. പിന്നെ ഓവറോൾ ഓഫ് റോഡ് ഓടിയതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓൺ റോഡിന്റെ സ്റ്റാറ്റസ് അതേപോലെ കസ്റ്റമായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആയിട്ടുള്ള ഓപ്ഷൻസും വളരെ ഈസി ആൻഡ് ഫ്രണ്ട്ലി ആക്കിയിട്ടുണ്ട്. പിന്നെ ഓവറോൾ ഡാഷ്ബോർഡിന്റെ കാര്യത്തിലൊക്കെ കുറെ കുഞ്ഞു ചേഞ്ചസ് ഉണ്ട്. പിന്നെ ഇത് ഈ ഒരു ഭാഗത്തായിട്ട് സി കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടി, നോർമൽ കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടി ചാർജിങ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹൈറ്റ് ഒക്കെ കുറച്ച് അപ്പാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ബോട്ടിൽ ഹോൾഡറിന്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ നോക്കിയേ, ഇതൊക്കെ കുറച്ച് ഡിസൈൻ ചേഞ്ച് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ അപ്പർ പോസ്റ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് നോക്കിയേ, നമുക്കിപ്പം സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഈ ഒരു ഹാൻഡ് റെസ്റ്റ് സപ്പോർട്ടർ പ്ലസ് സ്റ്റോറേജ് സ്പേസ് സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതും ക്വാളിറ്റി സ്റ്റഫിൽ ആണ് കിട്ടുന്നത്. പിന്നെ എല്ലാവരും കമന്റ് പറഞ്ഞിരുന്ന കാര്യം, സെന്റർ കൺസോളിലായിരുന്നു നേരത്തെ പവർ വിൻഡോന്റെ സ്വിച്ചസ് വന്നുകൊണ്ടിരുന്നത്. അതിപ്പോൾ മാറി റൈറ്റ് സൈഡിലെ ഡോറിലേക്ക് ആയിട്ടുണ്ട്, നമ്മുടെ കാർസിലൊക്കെ കാണുന്ന പോലെ തന്നെ. പിന്നെ റിയർ സൈഡിൽ വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. റിയർ AC വെന്റ്സും ചാർജിങ് ഓപ്ഷൻ ഇപ്പോൾ കിട്ടുന്നുണ്ട്. റിയർ സൈഡിലെ മാറ്റം ഇങ്ങോട്ട് നോക്കിയേ, റിയറിൽ ഡിഫോക്കസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വൈപ്പേഴ്സൂടെ ഇപ്പം സ്റ്റാൻഡേർഡ് ആയിട്ട് ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ റിയർ ക്യാമറയുടെ പൊസിഷൻ മാറിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ടയറിൻ്റെ സെൻട്രലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ക്യാമറ കാണാം. മുന്നേ ഈ ഒരു ഡൗൺ സൈഡിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ മാറ്റങ്ങൾ, വേണ്ട കുറേ മാറ്റങ്ങൾ ആഡ് ഓൺ ആയിട്ടാണ് ഫേസ് ലിഫ്റ്റ് മോഡൽ വന്നിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക.